ഒരേ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയോട് സഭ എന്നും സവിശേഷമാംവിധം ഭക്തിയും സ്നേഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഈ ചുവന്ന പൂവിൻ്റെ രൂപത്തിൽ ആരുടെ മുമ്പിലാണ് സമർപ്പിച്ചേക്കുന്നത്? ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ്. എന്തിനുള്ള വിളിയാണിത്? ചുവന്ന പൂ എന്തിൻ്റെ വിളിയാന്ന് പറഞ്ഞേ? രക്തസാക്ഷികളാകാൻ. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി മരിക്കാൻ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള ഒരു വിളിയുടെ പ്രതീകം കൂടെയാണ്. പേടിക്കേണ്ട കേട്ടോ എൻ്റെ അമ്മോ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ മാതാവിനെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് ഞാൻ ആ വാക്ക് എഴുതിയെടുത്തുകൊണ്ട് വന്നു നിങ്ങളോട് പറയാൻ വേണ്ടി. ഇങ്ങനെയാണ് കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ മാർപ്പാപ്പയുടെ വാക്ക്: മറിയം എല്ലാ സൃഷ്ടികളിലും വച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പറഞ്ഞേ? മറിയം എല്ലാ സൃഷ്ടികളിലും വച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടികളിലും വെച്ച് ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണെന്ന് മാർപ്പാപ്പ പറയുക. റോമാലേഖനം 8-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയും: ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് നമ്മെ അനുരൂപരാക്കാൻ വേണ്ടിയാണ്. ക്രൈസ്തവൻ എന്ന നിലയിൽ ദൈവം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട്, അതായത് മറ്റൊരു ക്രിസ്തുവാക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ക്രൈസ്തവൻ്റെ വിളി ആരാകാനുള്ള വിളിയാണ്? ക്രിസ്തുവാകാനുള്ള വിളിയാണ്. വിശുദ്ധർ, ഫോർ എക്സാമ്പിൾ, വിശുദ്ധരുടെ ജീവിതങ്ങൾ നോക്കുക. വിശുദ്ധർ ആരെ അനുകരിച്ചവരാണ്? ക്രിസ്തുവിനെ അനുകരിച്ചവർ. അസീസിയിലെ ഫ്രാൻസിസ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു. നമ്മുടെ ദൈവസഹായം പിള്ള, അല്ലെ, ദേവസഹായം പിള്ള, അദ്ദേഹം വിശുദ്ധനായി. അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് ആരെ സാക്ഷ്യപ്പെടുത്തി? ആരോട് അനുരൂപപ്പെടാൻ ആഗ്രഹിച്ചു? ക്രിസ്തുവിനോട്. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധരാവുക സമം ആരാവുക എന്നർത്ഥം? ക്രിസ്തു ആവുക എന്നർത്ഥം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു? ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അനുരൂപപ്പെടാൻ, മറ്റൊരു ക്രിസ്തുവാകാൻ. അതിന് പറയുന്നൊരു വാക്കാണ്, മറ്റൊരു ക്രിസ്തുവാകുന്നതിന് പറയുന്ന മറ്റൊരു വാക്കാണ് അനുരൂപീകരണം. അതുപോലെ ആയിത്തീരുക, ക്രിസ്തുവായിത്തീരുക. ഇവിടെ പറയുകയാണ്, മറിയം എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടി ആരാണെന്നാ പറഞ്ഞേ? മാതാവ്. സർവ്വനി ഹല്ലേലൂയ. ഈ മാതാവ് നമ്മെ സംബന്ധിച്ച് ആരാ? അമ്മയാണ്. നമ്മളെ സംബന്ധിച്ച് ആരാണ്? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും കുരിശിന് താഴെ നിൽക്കുന്ന കണ്ടപ്പം അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ കുരിശിൻ്റെ ചോട്ടിൽ വെച്ച് ഈശോ പരിശുദ്ധ അമ്മയെ ആർക്കമ്മയായി നൽകി? നമുക്ക് അമ്മയായി നൽകി. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, യോഹന്നാൻ നമ്മുടെ ഓരോരുത്തരുടെയും പകരക്കാരനാണ്. യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞതിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരുടെയും അമ്മയായി ആരെ മാറ്റി? പരിശുദ്ധ അമ്മയെ മാറ്റി. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം മറിയം എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. അതുകൊണ്ട് തുടർന്ന് മാർപ്പാപ്പ പറയുകയാണ്, ജോൺ പോൾ മാർപ്പാപ്പ, ശ്രദ്ധിച്ച് കേൾക്കാം: അതുകൊണ്ട് എല്ലാ ഭക്തിമുറകളിലും വച്ച് ഒരാത്മാവിനെ കർത്താവിനോട് ഏറ്റവും കൂടുതൽ, എല്ലാ ഭക്തിമുറകളിലും വെച്ച് ഒരാത്മാവിനെ കർത്താവിന് ഏറ്റവും കൂടുതൽ സമർപ്പിക്കുന്നതും അവിടുത്തോട് അനുരൂപപ്പെടുത്തുന്നതും അവിടുത്തെ പരിശുദ്ധ അമ്മയായ മറിയത്തോടുള്ള ഭക്തിയാണ്. ശ്രദ്ധിക്കണം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം: മറിയം എല്ലാ സൃഷ്ടികളിലും വച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തമുറകളിലും വച്ച്
ഒരാത്മാവിനെ കർത്താവിന് ഏറ്റവും കൂടുതൽ സമർപ്പിക്കുന്നതും അവിടുത്തോട് അനുരൂപപ്പെടുത്തുന്നതും അവിടുത്തെ പരിശുദ്ധ അമ്മയായ മറിയത്തോടുള്ള ഭക്തിയാണ്. ഹല്ലേലൂയ. അതായത് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഉണ്ടാകുന്ന ഭക്തിയുടെ സ്നേഹത്തിൻ്റെ തോതനുസരിച്ച് നാം ആർക്ക് സമർപ്പിക്കപ്പെടും? ക്രിസ്തുവിന് കൂടുതൽ കൂടുതൽ സമർപ്പിക്കപ്പെടും. അതാണ് ഈ മരിയ ഭക്തിയുടെ ശ്രേഷ്ഠത. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ മരിയ ഭക്തി എന്ന ഗ്രന്ഥം എഴുതിയ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും, പരിശുദ്ധ അമ്മയ്ക്ക് നാം നമ്മുടെ ജീവിതം എത്ര കണ്ട് സമർപ്പിക്കുന്നു അത്ര കണ്ട് നാം ആർക്ക് സമർപ്പിതരായിത്തീരും? ക്രിസ്തുവിന് സമർപ്പിതരായിത്തീരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് ആദ്യത്തെ അത്ഭുതം കാനായിൽ പ്രവർത്തിക്കുക. അവിടെ പറഞ്ഞതെന്താ? പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ യഥാർത്ഥ മരിയ ഭക്തി നമ്മെ ആരിലേക്ക് നയിക്കും? ക്രിസ്തുവിലേക്ക് നയിക്കും. ക്രിസ്തുവിന് നമ്മൾ സമർപ്പിതരായിത്തീരും. യഥാർത്ഥ മരിയ ഭക്തി നമ്മെ ആരാക്കി മാറ്റും? ക്രിസ്തുവാക്കി മാറ്റും. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറയാമോ ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം, എൻ്റെ മനസ്സിൽ പതിയണം. മറിയം എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടികളിലും വെച്ച് മറിയം ക്രിസ്തുവിനോട് ഏറ്റവും അനുരൂപപ്പെട്ട വ്യക്തിയാണ്. അപ്പം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മെ ആരാക്കി തീർക്കും എന്നാണ് പറഞ്ഞേ? മറ്റൊരു ക്രിസ്തുവാക്കി തീർക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, സ്നേഹം നമ്മെ ക്രിസ്തുവിന് കൂടുതൽ കൂടുതൽ സമർപ്പിക്കുന്നവരാക്കി മാറ്റും. കൂടുതൽ കൂടുതൽ നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം മരിയ ഭക്തി കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അങ്ങനെയെങ്കിൽ എന്താ? മരിയ ഭക്തി കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം, ഞാനൊരു 3-4 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുന്നല്ലേ, പണ്ടൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ടീച്ചർമാരെന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ഒരു ചോദ്യം ചോദിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് 500 പ്രാവശ്യം എഴുതിക്കോളാൻ പറയും. ഇപ്പോൾ പരിപാടിയൊന്നുമില്ല. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞ് ഞാനതുപോലെ കുറേ പ്രാവശ്യം ഈ കാര്യം വായിച്ചു. ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, മരിയ ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്നാണ് വിശുദ്ധ ജോൺ പൗൽ II മാർപ്പാപ്പ പറയുക? എന്താ മരിയ ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത? മാതാവിനോടുള്ള ഭക്തി നമ്മെ പൂർണ്ണമായിട്ടും ആർക്ക് കൊടുക്കാൻ നമ്മെ പ്രാപ്തരാക്കും? ഈശോയ്ക്ക് നമ്മെ കൊടുക്കാൻ നമ്മെ പ്രാപ്തരാക്കും. രണ്ടാമത്തെ കാര്യം എന്താ? മരിയ ഭക്തി നമ്മെ ആരെ പോലെയാക്കി തീർക്കും? യേശുവിനെ പോലെയാക്കി തീർക്കും. സന്തോഷമായോ? ഹല്ലേലൂയ. അപ്പം മരിയ ഭക്തി കൊണ്ടുള്ള മെച്ചം ആർക്കാ? നേട്ടം ആർക്കാ? ആർക്കാ പറ? നമുക്ക്. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയെ പരിപൂർണമായി കണ്ടെത്താനും അവിടുത്തെ പരിപൂർണ ഹൃദയത്തോടെ സ്നേഹിക്കാനും വിശ്വസ്തയോടെ സേവിക്കാനും പര്യാപ്തമായ മാർഗമാണ് മരിയ ഭക്തി. അപ്പോൾ മരിയ ഭക്തിയിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുക. മരിയ ഭക്തിയിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഈശോയെ കണ്ടെത്തും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈശോയ്ക്ക് നമ്മുടെ ജീവിതം മുഴുവൻ കൊടുത്തുകൊണ്ട് നമ്മളവിടുത്തെ സേവിക്കും. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മാതാവിനോടുള്ള ഭക്തിയിൽ നീ വളരുന്നതനുസരിച്ച് ആരോടുള്ള സ്നേഹത്തിൽ നീ വളരും? ഈശോയോടുള്ള സ്നേഹത്തിൽ വളരും. മാതാവ് എപ്പോഴും നമ്മോട് പറയുന്ന വാക്കെന്താ? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ മരിയ ഭക്തിയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. എന്താണ് യഥാർത്ഥ മരിയ ഭക്തിയുടെ ലക്ഷ്യം? ഒന്ന്, ഈശോയെ അറിയുക. യഥാർത്ഥ മരിയ ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ഈശോ അറിയപ്പെടുക. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈശോ ആരെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ മാതാവിനെ അറിയണം. അവിടുത്തെ മാതാവിനെ അറിയണമെങ്കിൽ ഈശോ ആരെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈശോയെ അറിയണമെങ്കിൽ ആരെ അറിയണം? മാതാവിനെ അറിയണം. മാതാവിനെ അറിയണമെങ്കിൽ ആരെ അറിയണം? ഈശോയെ അറിയണം. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം:
പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അപ്പം യഥാർത്ഥ മരിയഭക്തിയുടെ ആദ്യത്തെ ലക്ഷ്യം ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ആരെ അറിയണം? പരിശുദ്ധ അമ്മയെ അറിയണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് വേറെ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമത്തെ യഥാർത്ഥ മരിയഭക്തിയുടെ ലക്ഷ്യം ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, ഒട്ടും വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതാണ് മരിയഭക്തിയുടെ രണ്ടാമത്തെ ലക്ഷ്യം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നാഥയോടുള്ള ഭക്തിയുടെ മാഹാത്മ്യവും നീതീകരണവും അത് അവളുടെ പുത്രനായ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നതാണ്. നമ്മുടെ നാഥയോടുള്ള ഭക്തിയുടെ മാഹാത്മ്യവും നീതീകരണവും അത് അവളുടെ പുത്രനായ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അതായത് മരിയഭക്തി നമ്മെ ആരോടുള്ള സ്നേഹത്തിലേക്ക് നയിക്കും? ക്രിസ്തുവിനോടുള്ള പൂർണ്ണ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കും. വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം ഇപ്രകാരം പറഞ്ഞു വയ്ക്കും. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: മറിയം യേശുവിനെ സ്നേഹിച്ചതുപോലെ ആരും യേശുവിനെ സ്നേഹിച്ചിട്ടില്ല. മറിയം യേശുവിനെ അനുകരിച്ചതുപോലെ ആരും യേശുവിനെ അനുകരിച്ചിട്ടില്ല. തുടർന്ന് അദ്ദേഹം പറയും: കാലിത്തൊഴുത്തിലും കാൽവരിയിലും പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെയോ ഈശോയെ അനുകരിച്ചതുപോലെയോ ആരും ഈശോയെ സ്നേഹിച്ചിട്ടുമില്ല, അനുകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മോട് പറയും ഇപ്രകാരം: അതുകൊണ്ട് നമുക്ക് ആരുടെ പാഠശാലയിലേക്ക് പോകാം? മറിയത്തിൻ്റെ പാഠശാലയിലേക്ക് പോകാം. അവിടെ മാതാവിൻ്റെ കണ്ണുകളിലൂടെ മാതാവിൻ്റെ ഹൃദയം കൊണ്ട് യേശുവിനെ നമുക്ക് ധ്യാനിക്കാം. ആ ധ്യാനം ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്തിലേക്ക്, വേർപിരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മെ നയിക്കും. മരിയഭക്തിയുടെ യഥാർത്ഥ മരിയഭക്തിയുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു: പൂർണ്ണ ഹൃദയത്തോടെ ആരെ സ്നേഹിക്കുക? ക്രിസ്തുവിനെ സ്നേഹിക്കുക. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു BC ഉണ്ട്, ഒരു AD ഉണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. അത് ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് ഞാൻ തീർത്തും ദൈവവിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒട്ടും ദൈവവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നന്നായി പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മകനൊക്കെ ആയിട്ട് ഞാൻ വളർന്നു വന്നു. ഒരിക്കൽ പോലും എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. അന്നും മുടങ്ങിയിട്ടില്ല, ഇന്നും മുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് വന്നത്. പക്ഷേ ഞാനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന നിരന്തരമായ തകർച്ചകൾ, രോഗങ്ങൾ ഇതെന്നെ ദൈവത്തിനോട് അടുപ്പിക്കുകയല്ല, ദൈവത്തിൽ നിന്ന് അകറ്റ് ചെയ്ത്. കാരണം എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. ഞാനൊരു വൈദികനാകാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ്. ഹല്ലേലൂയ. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിൽ ഞാൻ കുറേ വർഷങ്ങൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് മാരക രോഗങ്ങളൊക്കെ ബാധിച്ചു. തലച്ചോറിന് മെനഞ്ചൈറ്റിസ്, ഫിക്സ്, ഹൈലി ഡയബറ്റിക്, കണ്ണിൻ്റെ കാഴ്ച പോയി, ശരീരം മുഴുവൻ പൊട്ടിയൊലിക്കുന്ന സ്കിൻ ഡിസീസ്, ഹൈപ്പർ തൈറോയിഡിസം, ലിവർ സിറോസിസ്, അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് ചുമക്കാൻ പറ്റുന്നതിനപ്പുറം രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വന്ന ചോദ്യങ്ങൾ എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയല്ല, ദൈവത്തിൽ നിന്ന് അകറ്റ് ചെയ്ത്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ച? ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ രോഗങ്ങൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകറ്റ് ചെയ്ത്. എന്നാലും എനിക്ക് മാതാവിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. കാരണം കുഞ്ഞുനാൾ മുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എൻ്റെ കുടുംബത്തിലുള്ളത് കൊണ്ട് പള്ളി പോകുകയല്ലെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിനോട് വല്ലാത്ത സ്നേഹം. ഹല്ലേലൂയ. അങ്ങനെ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. അങ്ങനെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് 15-20 ദിവസമൊക്കെയാണ് എൻ്റെ ആശുപത്രി വാസം. ഈ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ 60 ദിവസം വരെയൊക്കെ കിടന്നിട്ടുണ്ട്. അത് 10-15 ദിവസം ജീവിക്കുമോ മരിക്കുമോ എന്നറിയാൻ പാടില്ലാതെ കിടന്ന നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായി കേട്ടോ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഞാനൊരു കുറച്ച് 10-40 ദിവസം ഡിവൈൻ ധ്യാന കേന്ദ്രത്തില്ല, പോട്ടെ ആശ്രമത്തിൽ ഒരു 40 ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. ആ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. അങ്ങനെ കർത്താവുമായിട്ടുള്ള വല്ലാത്തൊരു സ്നേഹബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളെ, എന്നാലും ആ സമയത്ത് ഞാൻ വല്ലാത്ത രോഗത്തിലൂടെ കടന്നു പോവുകയാണ്.
രോഗത്തിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ആദ്യത്തെ മാതാവുമായിട്ടുള്ള അല്ലെങ്കിൽ മാതാവിനെ കണ്ടുമുട്ടിയ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നൊരു 2.5 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഇടവക ദേവാലയം. ഞാൻ ഇടുക്കിക്കാരനാണ്. ഇടുക്കിക്കാരൻ ബിജു. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നെ പരിചയപ്പെടുത്തിയില്ലെന്ന് പറയരുത്. ഞാൻ ഇടുക്കിക്കാരൻ ബിജുവാണ്. ഇടുക്കിക്കാരൻ ബിജുവായ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയുള്ള ഇടവക ദേവാലയത്തിൽ ഈ ദൈവാനുഭവം കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ഇടവക ദേവാലയത്തിൽ. അതിനൊരു ദിവസം വൈകുന്നേരം ഒരു 6:30-7 മണി സമയമായപ്പം ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുക. പെട്ടെന്ന് തലച്ചോറ് സംബന്ധമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എൻ്റെ ശരീരം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതായത് ഈ രോഗം വരുന്നതിന് മുമ്പ് ശരീരം ഒരു അടയാളം തരും. എനിക്ക് തലയ്ക്കകത്ത് ഇടി വെട്ടുന്നോണക്ക് തോന്നും. അതായത് തലക്കിട്ട് നല്ല അടി കിട്ടുന്നൊരു ഫീലാണ്. തല ഇങ്ങനെ പെട്ടെന്ന് പുറകോട്ട് ഇങ്ങനെ മറിഞ്ഞു പോകും. പെട്ടെന്ന് ഇങ്ങനെ തല ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞു പോകും. ഞാൻ അബോധാവസ്ഥയിൽ നിലം പതിക്കും. അതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും കണ്ടെത്തി എന്നെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം അതോടെ അവസാനിക്കും. അപ്പോൾ പെട്ടെന്ന് ശരീരം ഈ ലക്ഷണം തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീഴാൻ പോവുക. അപ്പോൾ ജപമാല കയ്യിലുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയുടെ ഭക്തർക്ക് അമ്മ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നിതാ. ശ്രദ്ധിച്ച് കേട്ടോ. മരിയ ഭക്തർക്ക് മാതാവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിലൊരു വാഗ്ദാനം ഇതാണ്: മരിയ ഭക്തരാരും കുദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. അതായത് വഴി കിടന്ന് വണ്ടി ഇടിച്ച് മരിക്കേണ്ട വരികയില്ലെന്ന് ചുരുക്കം. അപ്പോൾ ഇതാണൊരു വാഗ്ദാനം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയെ മരിക്കാൻ പേടിയില്ല, എനിക്ക് കുദാശ സ്വീകരിച്ച് ഒരുങ്ങി മരിക്കണം. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തീർന്നപ്പം ഉടനെ ഞാനൊരു പാതി അബോധാവസ്ഥയിലായി ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനിങ്ങനൊരു കാഴ്ച കാണുകയാണ്. ഒരു സ്ത്രീ, വളരെ പ്രഭാവതിയായ ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കയ്യിൽ പിടിച്ച്, ഞാനിങ്ങനെ നടന്നു വരുമ്പം ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ച് പുറകോട്ട് നടക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അങ്ങനെ പുറകോട്ട് നടന്നു. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ എത്തി. ഹോളിംബെൽ അടിച്ചു. അപ്പനും അമ്മയും വന്നപ്പോൾ സിറ്റ് ഔട്ട് ഞാൻ ബോധമില്ലാതെ കിടപ്പുണ്ട്. അവരുടനെ തന്നെ ആംബുലൻസെ കയറ്റി എന്നെ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. 60 ദിവസം വിജയകരമായി ഞാൻ ആശുപത്രി പൂർത്തീകരിച്ചു. ഞാൻ ഹല്ലേലൂയ. ഇതിനോട് ഞാൻ ഹല്ലേലൂയ. രണ്ടാമത് എൻ്റെ ഒരു മരിയൻ എക്സ്പീരിയൻസ് ഇതാണ്. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഒരു 7 വർഷം കഴിഞ്ഞപ്പം എനിക്കൊരാഗ്രഹം, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കരുതലും സമ്പാദ്യമൊക്കെ വേണ്ടേ? ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ജോലി കിട്ടി. ഞാനൊരു അധ്യാപകനാട്ടോ. അപ്പോൾ അങ്ങനെ ജോലി കിട്ടി. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പോവുക. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞേടാ, ഇതുപോലെ മരണകരമായ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ കൈപിടിച്ച് ഉയർത്തി കർത്താവിൻ്റെ സാക്ഷിയാക്കിയതല്ലേ, പോണോ? ഞാൻ പറഞ്ഞു, പോണോ അച്ഛാ, ഇങ്ങനെയൊന്നും പോയാൽ പറ, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. അങ്ങനെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഇവിടുന്ന് പോയി. തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ലോഡ്ജിൽ 3-ാം നിലയിൽ 210 നമ്പർ റൂമിലാണ് ഞാൻ അന്ന് താമസിച്ചത്. രാത്രി ഞാനൊന്ന് അവിടെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ വരെ ഞാൻ അവിടെ കിടന്നുറങ്ങി. പതിവ് പോലെ പ്രാർത്ഥിച്ചു. ജപമാല ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു രീതിയാണ് എൻ്റെ. ജപമാലയൊക്കെ ചേർത്ത് പിടിച്ച് ഞാൻ കിടന്നുറങ്ങി. വെളുപ്പിന് ഒരു 3:30-4 മണി സമയമായി കാണും. പെട്ടെന്ന് എൻ്റെ ശരീരം തണുത്ത് മരവിച്ച് നോക്കിയപ്പം ഈ വലത് സൈഡ് മുഴുവൻ തളർന്ന് കൈകാലുകളൊക്കെ ചുരുണ്ടുകൂടിയിരിക്കുക. എൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടിയിട്ടുണ്ട്. വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി, ഫിക്സ് വരാൻ തുടങ്ങി. അതുവരെ വർഷങ്ങളായിട്ട് എന്നെ പീഡിപ്പിക്കാതിരുന്ന മാരക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് ഉറക്കെ കരയണമെന്നുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ വളരെ ശ്വാസം മുട്ടി, ഞാൻ വളരെ ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് ആരുമില്ല കൂടെ. ഞാൻ അവിടെ കിടന്ന് വല്ലാതെ ശ്വാസം വലിക്കാൻ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ എൻ്റെ ബോധം മറിഞ്ഞു പോയപ്പം ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. ബോധം മറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ബോധം നഷ്ടപ്പെട്ടത്. പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. വല്ലാത്ത ഹൃദയ നൊമ്പരത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ബോധം മറഞ്ഞു. പിന്നെ ഞാനൊരു കാഴ്ച കാണുകയാണ്. സ്വപ്നമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല, ദർശനമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഞാൻ എൻ്റെ മരണാനന്തരം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുക. ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പം എൻ്റെ നന്മ തിന്മകളുടെ കണക്കെടുക്കുക, നന്മ തിന്മയുടെ കണക്ക്. അപ്പോൾ എനിക്കൊരു രഹസ്യ അഹങ്കാരമുണ്ട്. കാരണം എന്താ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്പിരിച്വൽ ഡയറക്ടറുണ്ട്, ഉടനെ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കും.
പറ്റുന്ന പോണക്ക് പരിഹാരവും പ്രായശ്ചിത്തവും ഉപവാസവും തപസ്സും ഒക്കെ എടുത്ത് വളരെ നന്നായിട്ടാണ് ജീവിക്കുന്ന ഒരു രഹസ്യ അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ മരിച്ച എവിടെ പോകാൻ സാധ്യതയുണ്ട്? സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ നന്മ തിന്മകളുടെ കണക്കെടുത്ത് വെച്ചപ്പോഴേ എൻ്റെ നന്മയുടെ തട്ടങ്ങ് ആകാശത്ത്, തിന്മയുടെ തട്ടിങ്ങ് ഭൂമിയിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എവിടെയേ പോവുള്ളൂ? നരകത്തിൽ പോകും. ഭയങ്കര സങ്കടമായി. വീണ്ടും ഞാനൊരു കാഴ്ച കാണുകയാണ്. പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ താണു വീണ് ആരാധിച്ചിട്ടൊരു വാക്ക് പറഞ്ഞു. അവന് ഒരവസരം കൂടി കൊടുക്കണം, 1 more chance. അമ്മ അങ്ങനെ പറഞ്ഞു. ദൈവത്തെ ആരാധിച്ച് കടന്നുപോയി. അവന് ഒരവസരം കൂടി കൊടുക്കണം. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് 22 വർഷമായി. ശ്രുതി ഹല്ലേലൂയ, ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അമ്മ അങ്ങനെ പറഞ്ഞു. ഞാനൊരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ കോടി പിടിച്ചിരുന്ന ശരീരമൊക്കെ നോർമൽ കണ്ടീഷനിലായി. കിട്ടിയ ട്രെയിന് നേരെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തേക്ക് തിരിച്ച് ഞാൻ വണ്ടി കയറി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ധ്യാനകേന്ദ്രത്തിൽ വന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ ജോലിക്ക് പോയി ജോയിൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയും വേണ്ട കൂലിയും വേണ്ട, കർത്താവിനെ മാത്രം മതി അച്ഛ. ശ്രുതി ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയാണ്. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ.